വിഷു പക്ഷി ചിലച്ചു. കണ്ണിന് കണിയേകി കണ്ണികാരം പൂത്തിറങ്ങി. ആനകേറാമലയിലും ആളിറങ്ങും പുരിയിലും വിഷുവിന്റെ മേളം കൊടിയേറി. വിഷു എത്തി എന്ന് നമ്മെ ആദ്യം വിളിച്ചറിയിക്കുന്നത് തന്നെ കണിക്കൊന്ന പൂക്കളാണ്. മീനച്ചൂടിൽ സ്ഫുടം ചെയ്ത് സ്വർണവർണ്ണത്തിൽ പ്രകൃതി ഞാത്തിയിടുന്ന കണ്ണികാരമാല്യങ്ങൾ. വിഷുക്കണി ഒരുക്കാൻ കൊന്നപ്പൂവിനോളം യോഗ്യമായ മറ്റൊരു പുഷ്പമില്ല. അതുപോലെ തന്നെ കണിമലരിന് മറ്റൊരു ഉപയോഗവും ഇല്ലതാനും. കാർഷിക വർഷാരംഭത്തിന്റെ നൽകണിയൊരുക്കുന്ന ഈ മഞ്ഞപ്പൂവിനെ സംസ്ഥാന പുഷ്പമായി നാം അംഗീകരിക്കുന്നു. പക്ഷേ എല്ലാ കൊന്നയും കണിക്കൊന്നയല്ല. ഇത് ശീമക്കൊന്ന, നല്ലൊരു പച്ചില വളച്ചെടിയാണ്. ധനുമാസത്തിൽ പുഷ്പിക്കുന്ന ശീമക്കൊന്ന പൂക്കൾക്ക് വയലറ്റും ക്രീമും ചേർന്ന നിറമാണ്. ഇത് മരുഭൂമിയിലെ കൊന്ന എന്നറിയപ്പെടുന്ന കാഷ്യ ബൈഫ്ലോറ. കണിക്കൊന്നയുടെ മഞ്ഞ നിറമാണ് ഈ പൂക്കൾക്കും. എങ്കിലും കണിക്കൊന്നയെ അപേക്ഷിച്ച് ഈ പൂക്കൾ മുകളിലേക്കാണ് വളരുന്നത്. തണ്ടിന് കട്ടി കൂടുതലുമാണ്. ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് കണിക്കൊന്ന എന്ന ഗോൾഡൻ ഷവർ ട്രീ. നമ്മുടെ സംസ്ഥാന പുഷ്പം എന്നതിന് പുറമെ തായ്ലൻഡിന്റെ ദേശീയ പുഷ്പം കൂടിയാണിത്. കൊന്നയ്ക്ക് ഔഷധ ഗുണവുമുണ്ട്. ഇല, വേര്, കായ്കൾ എന്നിവ വാത, പിത്ത, കഫശമനത്തിനും ത്വഗ് രോഗങ്ങൾ അകറ്റാനും ഉപയോഗിക്കുന്നു. കൊന്നപ്പട്ട രക്തശുദ്ധിക്കും ഉത്തമ ഔഷധമാണ്. ബലമുള്ള തടിക്കും ഉപയോഗമുണ്ട്. മേടപ്പുലരിയിൽ കണ്ണും മനസ്സും നിറയ്ക്കുന്ന കണിക്കൊന്ന വീട്ടുവളപ്പുകളിലെ സുന്ദര സാന്നിധ്യമായി വളർന്നു കഴിഞ്ഞു. കാലമെത്തും മുമ്പേ പൂക്കുന്ന കണിക്കൊന്ന ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൂചകമായും അറിയപ്പെടുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ചൂടുയരുന്നതുകൊണ്ടാണ് ഇപ്പോൾ മീനമാസം എത്തുന്നതിന് മുൻപേ കൊന്ന പൂവിടുന്നത്. ഈ വർഷവും പതിവ് തെറ്റിച്ചില്ല. മകരമാസത്തിൽ തന്നെ കണിക്കൊന്നകൾ പൂത്തു തുടങ്ങി. ആദ്യം പൂത്ത കൊന്ന മരങ്ങളിൽ നീളൻ കായ്കളും ദൃശ്യമാണ്. കാലം തെറ്റി കൊന്ന പൂത്തപ്പോൾ വിഷു ആഘോഷങ്ങളും നേരത്തെ തുടങ്ങി. തിരുവനന്തപുരത്ത് ആദ്യത്തെ വിഷു ആഘോഷം നടന്നത് അഗ്രി ഫ്രണ്ട്സ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു. ചരിത്രപ്രസിദ്ധമായ മ്യൂസിയം വളപ്പിൽ പൂത്തുലഞ്ഞ കണിക്കൊന്ന മരച്ചുവട്ടിൽ മജീഷ്യൻ മുതുകാടിന്റെ നേതൃത്വത്തിൽ കണിക്കൊന്ന വിസ്മയം എന്ന മാന്ത്രിക പ്രദർശനം. പെട്ടിക്കുള്ളിൽ വിത്തിട്ട് പ്രശസ്ത കവി ഏഴാച്ചേരി രാമചന്ദ്രൻ മാന്ത്രിക വടികൊണ്ട് തട്ടി. പെട്ടി തുറന്നപ്പോൾ ഉള്ളിലൊരു കൊന്നത്തൈ. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് കൊന്നത്തൈ ഒരു വലിയ മാന്ത്രിക പെട്ടിക്ക് മുകളിൽ വെച്ചു. ഉള്ള ശൂന്യമായ മാന്ത്രിക പെട്ടി. പക്ഷെ മുതുകാട് മന്ത്രവടി കൊണ്ടൊഴിഞ്ഞ് പെട്ടി തുറന്നപ്പോൾ ഉള്ളിലതാ പൂത്തുലഞ്ഞ കണിക്കൊന്ന. വിസ്മയ കാഴ്ച പകർന്ന് തലസ്ഥാനവാസികൾക്ക് ഒരു അഡ്വാൻസ് വിഷു ആശംസ നൽകിയാണ് കൊന്നമരച്ചുവട്ടിലെ കിന്നാരം പൂർത്തിയായത്. ആലപ്പുഴയിൽ കാർഷിക ഭൂമികയിലാണ് വിഷു ആഘോഷം അരങ്ങേറിയത്. ചെറിയനാട് പഞ്ചായത്തിൽ നടന്ന മൺവെട്ടി ഉത്സവം. വിഷുവിന് കണിവയ്ക്കാനും കറിവയ്ക്കാനുമുള്ള പച്ചക്കറി വിഭവങ്ങൾ വിളയിക്കുന്നതിന്റെ വിത്തിടിയിൽ ദിനം. മൺവെട്ടികൾ തോളിലേറ്റി കർഷകർ വന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ പുതുതലമുറയും എത്തി.
കമ്മിറ്റികൾ ഭൂമിയുടെ മാറിൽ ചിത്രങ്ങൾ വരച്ച് മൺവെട്ടി ഉത്സവം ആരംഭിച്ചു. കണ്ടുനിന്ന കൊന്നമരങ്ങൾ കൺനിറയെ പുഷ്പിച്ചു. കൊന്നമരങ്ങൾ നേരത്തെ പൂവിടർത്തിയെങ്കിലും ഇത്തവണത്തെ വിഷുക്കണിക്കും കൊന്നപ്പൂക്കൾ കുറഞ്ഞില്ല. മാവും കശുമാവും പ്ലാവുമൊക്കെ കൈനിറയെ കണിക്കോപ്പുകൾ ചൊരിഞ്ഞു. കഴുകിത്തുടച്ച ഓട്ടുരുളിയിൽ കൃഷ്ണവിഗ്രഹത്തിന് തൊട്ട് ഇവയെല്ലാം നിറഞ്ഞു. കാലം പകർന്ന കനകാഭരണങ്ങൾ, പ്രകാശത്തിന്റെ ഫലങ്ങളുടെ ധനധാന്യങ്ങളുടെ നിറവുള്ള വിഷുക്കണി. ജിമ്മിലേക്ക് പോകാതെ ഭാരം കുറച്ച് ശരീരം ആരോഗ്യപൂർണ്ണമായി സംരക്ഷിക്കാൻ ഉതകുന്ന ഓർബിട്രക് എലൈറ്റ് സ്വന്തമാക്കുവാൻ ഒരേ